എല്ലാ കൂട്ടുകാരുടെയും അറിവിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മൊബൈൽ വാങ്ങി കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് 1.5 കൊല്ലം കഴിയുമ്പോൾ നമ്മളത് വിൽക്കും. നമ്മൾ വിറ്റ് പുതിയത് ഒരെണ്ണം വാങ്ങിയാണ്. കൂടുതൽ ആൾക്കാർ നേരെ ഫോൺ കൊണ്ടുവന്ന് മെമ്മറി കാർഡ് ഉൾപ്പെടെ തന്നെ മൊബൈൽ ഷോപ്പിൽ കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ ഒരു സാമൂഹ്യദ്രോഹിയുടെ കയ്യിൽ നിങ്ങളുടെ മെമ്മറി കാർഡ് എത്തപ്പെട്ടാൽ അയാൾ എന്തൊക്കെയായിരിക്കും അതുകൊണ്ട് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഊഹം ഉണ്ടാവില്ല. ഞാൻ തൽക്കാലം ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് ഉണ്ട്. നോക്കാം, എൻ്റെ കമ്പ്യൂട്ടറിലെ ഡ്രൈവുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ റിമൂവബിൾ ഡിസ്ക് എന്നാണ് 2 GB മെമ്മറി കാർഡാണ്. അതിലാകെ നിസ്സാര ഫയലുകൾ ഉള്ളതെങ്കിലും നോക്കാം, 1.7 GB ഫ്രീ ആണ്. ഫയലുകൾ നമുക്ക് കാണാം. എൻ്റെ കുറേ വിവാഹ ഫോട്ടോയും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ കിടക്കുന്നത്. ഞാൻ കാണിക്കാൻ വന്നത്, നിങ്ങൾ ചിലപ്പോൾ മെമ്മറി കാർഡ് ഒരാൾക്ക് കൊടുക്കുന്നത് ഫോർമാറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം. ഞാനും മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയാണ്. സോഫ്റ്റ്വെയറിൻ്റെ പേര് RStudio എന്നാണ്. RStudio ഒരു ഫ്രീ വേർഷൻ സോഫ്റ്റ്വെയർ അല്ല, അത് പൈസ കൊടുത്ത് വാങ്ങുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് RStudio. നമുക്കിതിൽ ഈ എന്ന ഡ്രൈവ് കാണാം. നോക്കാം, നമ്മൾ ഫോർമാറ്റ് ചെയ്ത ഡ്രൈവാണ് ഈ ഡ്രൈവ്, അതായത് മെമ്മറി കാർഡിൻ്റെ ഡ്രൈവ്. ഇവിടെ കാണിക്കുന്നുണ്ട് ആകെ 67.50 KB മാത്രമേ അതിൽ സൈസ് ഫയലുള്ളൂ, ബാക്കി ഫ്രീ ആണെന്ന്. 2 GB എന്ന് പറഞ്ഞാൽ 2 GB ഫുൾ ഉണ്ടാവില്ല, 1.85 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് ഉപയോഗിക്കാൻ പോകണം എങ്ങനെയാണെന്ന് നോക്കോ. ഞാൻ ആ ഡ്രൈവ് സെലക്ട് ചെയ്തു, ഇവിടെ സ്കാൻ എന്നത് പ്രസ് ചെയ്തു. കുറേ ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മാറ്റുന്നില്ല, സെറ്റിങ്സ് ഒക്കെ നോക്കുക, അത്രേ ഉള്ളൂ. ഡീറ്റെയിൽഡ് സ്കാൻ എന്ന് കൊടുത്തേക്കാണ്. നോർമൽ സ്കാൻ ഉണ്ട്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. തൽക്കാലം ഞാൻ ഡീറ്റെയിൽ സ്കാൻ കൊടുത്തേക്കാണ്. എന്നിട്ട് സ്കാൻ കൊടുക്കുകയാണ്. കുറച്ച് നേരം നമ്മുടെ മെമ്മറി കാർഡിൻ്റെ എല്ലാ ഭാഗവും ഈ സോഫ്റ്റ്വെയർ RStudio എന്ന ഈ സോഫ്റ്റ്വെയർ അരിച്ചു പെറുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. സ്കാനിങ് പൊസിഷൻ, ഓരോ ബൈറ്റും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണിച്ചു വരുന്നത്. സ്കാനിങ് ഒന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. മെമ്മറി കാർഡിൻ്റെ റീഡ് ആവാത്ത ഭാഗങ്ങളിൽ നിന്നുള്ളതായിരിക്കും ഇങ്ങനെ നമുക്ക് റെഡ് സിമ്പിളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്കാനിങ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ കുറേ സബായിട്ടുള്ള ലിങ്കുകൾ വന്നേക്കണം കാണാം. ഇതിൽ നമ്മൾ ഓരോന്നിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിക്കവർ ഓൾ ഫയൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളടുത്ത് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറയും. ഞാൻ F ഡ്രൈവിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്.
റിക്വയർഡ് ഡാറ്റ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുക്കുകയാണ്. ഇടയ്ക്ക് മെസ്സേജുകൾ ചോദിക്കും. അങ്ങനെയുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ഫയലുകൾ അങ്ങനെയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഫയലുകൾ റിക്കവർ ആവുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ റിക്കവേർഡ് ഡാറ്റ എന്നുള്ള ഫോൾഡർ നോക്കുക. ഇവിടെ കുറേ ഫോൾഡറുകൾ നമുക്ക് ഇതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫയലുകൾ റിക്കവർ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അവിടെ തമ്പനയിൽ ഇതും വന്നുകൊണ്ടിരിക്കും. MP3 ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ട്, വേവ് ഫയലുകൾ റിക്കവർ ആയിട്ടുണ്ട്, പിക്ചർ ഫയലുകൾ തമ്പനയിലുകളും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വീണ്ടും അടുത്ത സെക്ടറിലേക്ക് സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ഫയൽ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ല. നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡറുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓരോ ഫോൾഡറും ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അനാവശ്യമായ ഫയലുകളെന്ന് തോന്നാം, ചിലത് അത്യാവശ്യമായിട്ടുള്ളതെന്ന് തോന്നാം. നോക്കുക, പലതും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു 35 രൂപയ്ക്ക് കിട്ടുന്ന മെമ്മറി കാർഡ് റീഡറായിരുന്നു. അത് ഭയങ്കരമായിട്ട് ചൂടാവുകയും ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ മെമ്മറി കാർഡിൽ നിന്നും ഫയൽ റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കാർഡ് റീഡർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണതിനിടയിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 3-4 ദിവസത്തിന് ശേഷമാണ് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം വരുന്നതുകൊണ്ട് നല്ല കാർഡ് റീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫയലുകളും റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓരോ റിക്കവർ ചെയ്യാൻ ഓരോന്നിലുള്ള ഫയൽ സൈസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസത്തെ അതേ കാർഡ് തന്നെയാണ്, ഒരു മാറ്റവും. റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്ന് കണ്ടാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പഴയ ഫയലുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഫോൾഡറും ഓപ്പൺ ആക്കി നോക്കിയാൽ പഴയ ഫോട്ടോകളും നമ്മുടെ വീഡിയോകളും എല്ലാം തന്നെ നമുക്ക് റിക്കവർ ആയി കൊണ്ടിരിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും. നോക്കുക, MP3 ഫയലുകൾ ധാരാളം റിക്കവർ ആയി കഴിഞ്ഞിരിക്കുന്നു. വോയിസ് ക്ലിപ്പുകൾ, ഇതുപോലെ നമ്മുടെ കണ്ടോ നമുക്ക് MPG ഫയലുകൾ, അതായത് വീഡിയോ ഫയലുകൾ, ഇതൊക്കെ റിക്കവർ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ നമ്മുടെ മെമ്മറി കാർഡ് മറ്റുള്ളവരുടെ കയ്യിൽ എത്തപ്പെട്ടാൽ അവർ ഫയലുകൾ റിക്കവർ ചെയ്ത് എടുക്കും. നമുക്ക് ധാരാളം റിക്കവറി സോഫ്റ്റ്വെയറുകൾ നെറ്റിൽ ലഭിക്കുന്നുണ്ട്, റിക്കുവ, അങ്ങനെ കുറേ അധികം. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും RStudio ആണ്. കാരണം ഞാൻ പലപ്പോഴും പലരുടെയും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് ധാരാളം ഡാറ്റാസ് റിക്കവർ ചെയ്യാൻ RStudio ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രാക്ക് നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ടോറൻറ്റിൽ നിന്നും തപ്പിയെടുക്കുക. നമുക്ക് ഒരിക്കൽ കൂടി കണ്ട ആ ഫോട്ടോ എടുത്ത് നോക്കാം. ഫോട്ടോകൾ വീണ്ടും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. പല ഫോൾഡറുകൾ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷെ നമുക്കത് ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. പിന്നെ സെറ്റിങ്സിൽ നമുക്ക്, അതായത് റിക്കവർ ചെയ്യുന്ന സമയത്തുള്ള സെറ്റിങ്സിൽ ഫോൾഡറുകൾ പഴയ രീതിയിൽ വരണോ എന്നൊക്കെ ഉള്ള അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഇതിന് റിക്കവർ ചെയ്യാൻ സാധിക്കും.